ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞ് ക്ഷേത്ര ഉത്സവങ്ങളിൽ മൈക്ക് ഉപയോഗിക്കരുത് എന്ന നിയമം സർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് സർ. സർ, കോവിഡ് കാലത്ത് സമ്മാനിച്ച പട്ടിണി മാറി ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കലാകാരന്മാരുടെ നടുവൊടിക്കുന്ന ഈ നിയമം ഉണ്ടായത് സർ. സർ, ആയിരക്കണക്കിന് പാവങ്ങളായ കലാകാരന്മാരെ വീണ്ടും പട്ടിണിയിലാക്കിയിരിക്കുകയാണ് സർ. ബുക്ക് ചെയ്ത പല കലാപരിപാടികളും റദ്ദ് ചെയ്യപ്പെടുകയാണ് സർ. സർ, പലയിടത്തും പോലീസിനെ ഭയന്ന് ബുക്ക് ചെയ്ത പരിപാടികൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ റദ്ദ് ചെയ്യുകയാണ് സർ. നാടകക്കാർ, നാടൻപാട്ട് കലാകാരന്മാർ, നൃത്ത നാടകക്കാർ, ഗാനമേളക്കാർ സർ, ഇവരുടെയൊക്കെ പേരിൽ പലയിടങ്ങളിലും കേസെടുക്കാൻ തുടങ്ങി സർ. സർ, ചാരായം മാറ്റുന്നതിനേക്കാൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണോ സർ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കുന്നതും കലാപ്രവർത്തനം നടത്തുന്നതും? സർ, നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്ത് സർക്കാർ പ്രായോഗികമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തണം സർ. സർ, അങ്ങൊരു കലാ ആസ്വാദകനാണ്, നല്ലതുപോലെ കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്.